ദശകം 15 4-ാമത്തെ ശ്ലോകം. വിമലമതിരൂപാ തൈരാസനാദൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേ താനുവേലം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് 24 തത്വങ്ങൾ, 25 മഹത്തത്വങ്ങളിൽ 24 തത്വങ്ങളുണ്ടെന്നും 25-ാമത്തെ പൂരുഷൻ എന്ന് വെച്ചാൽ മായയിലൊന്നും പെടാത്ത പൂരുഷൻ എന്ന് വെച്ചാൽ പരബ്രഹ്മം എന്നാണ്. ആ മായയിൽ ഒന്നും പെടാത്ത ആ പൂരുഷൻ ആസക്തികളിൽ അകപ്പെട്ടാൽ, മായയിൽ അകപ്പെട്ടാൽ ബന്ധനം ഉണ്ടാകുമെന്നും മായയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു വഴി എന്നെ ഭജിക്കുക, എൻ്റെ തത്വങ്ങളെപ്പറ്റി അറിയുക എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ ഇതിൽ വിമലമതി വളരെ പരിശുദ്ധമായ വിലമതി രൂപാ തൈരാസന, പരിശുദ്ധമായ മനസ്സോടു കൂടിയവനായി, ഉപാത്തൈ ആസന എന്നുവെച്ചാൽ ആസനം എന്ന് പറഞ്ഞാൽ യോഗാഭ്യാസങ്ങൾ നമ്മൾ 4-ാമത്തെ ദശകത്തിൽ പഠിച്ചിട്ടുണ്ട്. യോഗാഭ്യാസങ്ങൾ ഒക്കെ പഠിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ആ യോഗാഭ്യാസങ്ങളെ ഒക്കെ പഠിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ദൈർമദംഗം ആ യോഗയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ദൈർമദംഗം എൻ്റെ സ്വരൂപത്തിനെ ഗരുഡ സമധിരൂഢം, ആ ഗരുഡൻ്റെ പുറത്തിരിക്കുന്നവനും ഗരുഡൻ്റെ പുറത്തിരിക്കുന്നവനും ദിവ്യഭൂഷായുധാംഗം, ആയുധങ്ങളോട് കൂടിയതും. അത് 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ ദശകം 2 പറയുന്നുണ്ട്. ആ കയ്യിൽ പിടിച്ചിട്ടുള്ള ആഭരണങ്ങളോട് കൂടിയും ഭഗവാന്റെ രൂപവർണ്ണന എന്ന് വെച്ചാൽ ഗരുഡൻ്റെ പുറത്ത് നല്ല ആഭരണധാരിയും ആയിട്ട് കയ്യിൽ താമരപ്പൂവും ഗദയും എല്ലാം പിടിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ ഒരു രൂപം 2-ാമത്തെ ദശകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആ അതിനെ മനസ്സിൽ വിചാരിച്ച് രുചിതുലിത തമാലം എന്ന് വെച്ചാൽ ആ തമാല വൃക്ഷത്തിന് തുല്യമായതും എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ശരീരം തമാല വൃക്ഷത്തോട് തുല്യമായതും ആയ മദംഗം, എൻ്റെ ശരീരത്തെ എന്നുവെച്ചാൽ കപില ഭഗവാൻ ദേവഹൂതിയുടെ മകനായി ജനിച്ചുവെങ്കിലും അത് ഭഗവാനായിട്ട് തന്നെയാണ് പറയുന്നത്. എൻ്റെ ശരീരത്തെ, ഭഗവാന്റെ ശരീരത്തെ തമാല വൃക്ഷത്തിന് തുല്യമായ എൻ്റെ ശരീരത്തെ ശീലയേ താനുവേലം ധ്യാനിച്ചോളൂ എന്നാണ്. ശീലയേ താനുവേലം, ആ ശരീരത്തെ നന്നായി ധ്യാനിച്ചോളൂ. രുചിതുലിത തമാലം, ആ ശോഭയേറിയ ആ സ്വരൂപത്തെ ശീലയേ താനുവേലം, ശീലയേതഃ അനുവേലം, വീണ്ടും ധ്യാനിച്ചോളൂ എന്ന് ആ കപില തനുരിതിത്വം, ആ കപിലമൂർത്തിയായ ആ ത്വം നെന്തിരുവടി അമ്മയായ ദേവഹൂതിയോട് പറഞ്ഞു. ഇതിൽ എൻ്റെ എപ്പോഴും ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ഈ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ഗരുഡൻ്റെ പുറത്തിരിക്കുന്നതും സർവ ആയുധവും ഭൂഷായുധാംഗം എല്ലാം കയ്യിൽ പിടിച്ച ആഭരണങ്ങൾ എപ്പോഴും ഇട്ട ആ രൂപം മനസ്സിൽ ധ്യാനിച്ചോളാനാണ്
ഇതിൽ ദേവഹൂതിയോട് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ എന്നാണ്, അത് പ്രാർത്ഥിച്ചോളൂ എന്നാണ് ഭഗവാനായ കപിലൻ ദേവഹൂതിയോട് പറയുന്നത്.